റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒപിക്ക് ശേഷം വിദഗ്ധ ചികിത്സ വൈകുന്നു. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ സീനിയർ റെസിഡന്റ് ഡോക്ടർ തിരിഞ്ഞു നോക്കുന്നേയില്ല. ജനറൽ മെഡിസിൻ, സർജറി, ഓർത്തോ, സ്കിൻ, ENT വിഭാഗങ്ങളിലാണ് ഈ അനാസ്ഥ അറിഞ്ഞിട്ടും HODമാരും കണ്ടില്ലെന്ന് നടിക്കുന്നു. ചില പ്രതികരണങ്ങളുണ്ട്, കേട്ടുവരാം. 100% വിദഗ്ധ ചികിത്സ കിട്ടുന്നില്ല എന്നാണ് സത്യം. ഇപ്പോൾ കാഷ്വാലിറ്റി ഡോക്ടർമാരൊക്കെ ഉണ്ടാവും, പക്ഷെ കാഷ്വാലിറ്റി ഡോക്ടർമാർ ഈ രോഗിയെ പരിശോധിച്ചിട്ട് മുതിർന്ന വിദഗ്ധ ഡോക്ടറെ കാണേണ്ട കാര്യമാണെങ്കിൽ അപ്പം തന്നെ അവരോട് പറയും, നിങ്ങൾ തൊടുപുഴയ്ക്കോ കോട്ടയത്തിനോ പൊക്കോ. ഡ്യൂട്ടിയിലുണ്ട്, പക്ഷെ അവിടെ ആശുപത്രി കാണൂല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളത് പേരിന് മാത്രമാണുള്ളത്. അഡ്മിറ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. കാർഡിയോളജി ഇല്ല. എന്തിനേറെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഗുരുതരമായ കാര്യമാണ് ഡയാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് നെഫ്രോളജി ഡോക്ടർ ഇല്ല. ഈ ലക്ഷ്യബോധം തകർത്ത ഒരു ചികിത്സാ സെൻ്ററായി മെഡിക്കൽ കോളേജിനെ മാറ്റിയിരിക്കുക. രാഹുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലെ മലയോര മേഖലയിലെ മനുഷ്യരുടെ ദീർഘകാല സ്വപ്നങ്ങളിലൊന്നാണ് അവിടുത്തെ മെഡിക്കൽ കോളേജ്. അവിടെ രോഗികൾ എത്തുന്ന സമയത്ത് അവരെ പരിചരിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഇത് രോഗികൾ OP കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ ചികിത്സയിൽ ഇത്ര അനാസ്ഥ മെഡിക്കൽ കോളേജ് അധികൃതർ കാട്ടുന്നത്? അവിടെ സംവിധാനങ്ങളൊന്നുമില്ലേ? സീനിയർ ഡോക്ടർമാർക്ക് പിന്നെ എന്താ പണി? ഡോക്ടർ അരുൺ, ഇടുക്കി മെഡിക്കൽ കോളേജ് ഒരു പേരിന് മാത്രമാണ് മെഡിക്കൽ കോളേജ്. ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം നോക്കുകയാണെങ്കിൽ OP സമയത്ത് കൃത്യമായി തന്നെ ചികിത്സയൊക്കെ കിട്ടുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ OP സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാണ്. ഒരു ഗുരുതരാവസ്ഥയിൽ ഒരു രോഗി എത്തുകയാണെങ്കിൽ MBBS പഠിച്ച ഒരു ഡോക്ടർ മാത്രമാണ് ആ രോഗിയെ നോക്കുന്നത്. വിദഗ്ധ ചികിത്സ വേണം. ഈ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുതിർന്ന ഡോക്ടർമാരുടെ സേവനം വേണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്ക് എത്താൻ പോലും തയ്യാറല്ല, അല്ലെങ്കിൽ അവിടെ എത്തി രോഗിയെ പരിശോധിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒരു രോഗിയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. അതായത് ആ സംഭവം പറയാം. 5:15 ഒരു ENTയെ കാണാൻ വേണ്ടി രോഗി എത്തുന്നു. 7:30 കഴിഞ്ഞിട്ടും ആ വിദഗ്ധ ഡോക്ടർ അവിടെ എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു കാര്യം മാത്രമല്ല, ഈ പ്രശ്നമുള്ളത് ജനറൽ മെഡിസിൻ, സർജറി, ഓർത്തോ, സ്കിന്ന്, ENT ഈ വിഭാഗങ്ങളിലെല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. എന്നാൽ ഈ SRമാർ അവിടെ ഇല്ലാത്തതല്ല പ്രശ്നം. ഈ വിദഗ്ധ ഡോക്ടർമാർ അവിടെയുണ്ട്. ആ റൂമിലാണെങ്കിൽ ഈ SRമാരുടെ റൂമിൽ ഒരു നിമിഷം രാഹുൽ,